ഇനി പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽക്കഹോൾസിന്റെ ചാപ്റ്ററിലും കണ്ടു, ആൽഡിഹൈഡ്സിന്റെ ചാപ്റ്ററും കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് തരും. അതേപോലെ ആൽഡിഹൈഡ്സിന്റെ ഓക്സിഡേഷനും നമുക്ക് കാർബോക്സിലിക് ആസിഡ്. നമുക്ക് പ്രൈമറി ആൽക്കഹോൾസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സ് ആണ് കിട്ടുന്നത്. അതിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇനി നമ്മൾ പിന്നെയും ഒരു റിയാക്ഷൻ കണ്ടായിരുന്നു, ഹാലോഫോം റിയാക്ഷൻ. അയഡോഫോം റിയാക്ഷൻ നമ്മൾ കണ്ടില്ലേ, അതിലെ ഫൈനൽ പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ്, ഹാലോഫോം റിയാക്ഷൻ. ഇനി നമുക്ക് അടുത്ത പുതിയ മെത്തേഡ് ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്സ് ഓർ നൈട്രൈൽസ്. സയനൈഡ്സിന്റെ വേറൊരു പേരാണ് നൈട്രൈൽസ്. C ട്രിപ്പിൾ ബോണ്ട് N ഗ്രൂപ്പ് വരുന്നതാണ് സയനൈഡ്സ്. നമ്മൾ അസെൻഡ് ആൻഡ് ഡിസെൻഡ് ആൽക്കഹോൾ സീരീസ് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ അതിൽ സയനൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, സയനൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്ത് ആസിഡ് ആക്കുന്ന കാര്യം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിനറൽ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ഉപയോഗിച്ച് സയനൈഡ്സിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് കിട്ടും. ഇനി അടുത്തതും നമ്മൾ പഠിച്ച ഒരു റിയാക്ഷനാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാർബൺ ഡയോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ചെയ്യണം. ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുക്കുക, ആദ്യം അതിനെ കാർബോക്സിലേറ്റ് ചെയ്യുക, കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ്, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിസിസ് സയനൈഡ്സ് ഉണ്ട്, പിന്നെ കാർബോക്സിലേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇത് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് ആ മെത്തേഡിന്റെ പേര് ബെൻസൈലിക് ഓക്സിഡേഷൻ അല്ലെങ്കിൽ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആൽക്കൈൽ ബെൻസീൻസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് കിട്ടും. ബെൻസീൻ റിംഗിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊരു സൈഡ് ചെയിൻ ആണല്ലോ, ആ സൈഡ് ചെയിനിൽ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും യൂസിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോളോഡ് ബൈ ഹീറ്റിംഗ്. യു വിൽ ഗെറ്റ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സ്. ഇത് നിങ്ങൾ ലാബിൽ ചെയ്യാൻ പോകുന്നൊരു എക്സ്പെരിമെന്റ് ആണ്. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഡെറിവേറ്റീവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബെൻസൈലിക് ഓക്സിഡേഷൻ. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൽ ബെൻസീൻസ് വിൽ ഗിവ് യു കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ്, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ്, ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്, പിന്നെ ഹാലോഫോം റിയാക്ഷൻ, അടുത്തത് ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്സ്, കാർബോക്സിലേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്, പിന്നെ അരോമാറ്റിക് ആൽക്കൈൽ കാർബോക്സിലിക് ആസിഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. ഇതാണ് മെത്തേഡ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. പ്രോപ്പർട്ടി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് അസിഡിറ്റി ആണ്. അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. ഈ കാർബോക്സിലിക് ആസിഡ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ദേ ആർ സ്ട്രോങ് ആസിഡ്സ്. എന്തുകൊണ്ടാണ് ഈ കാർബോക്സിലിക് ആസിഡ്സ് സ്ട്രോങ് ആവുന്നത്? This is because the carboxylate ion, which is formed by the removal of H+, is stabilised by resonance. അപ്പോൾ കാർബോക്സിലിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്തിന്? ഒരു H+ പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന കാർബോക്സിലേറ്റ് ആനയോൺ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വാട്ടർ ആ H+നെ സ്വീകരിച്ച് H3O പോസിറ്റീവ് ആകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കാർബോക്സിലേറ്റ് അയോൺ, ആ അയോണിനെ കാണുന്നുണ്ടോ? അയോണിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ O മൈനസ് വന്നിട്ടുണ്ട്. ആ മൈനസ് ചാർജ് ഇവിടോട്ട് എന്താ പറയുന്നത്, ഡീലോക്കലൈസേഷൻ നടക്കും. ഇവിടെ ഒരു പൊളാരിറ്റി സംഭവിക്കും. ദാറ്റ് മീൻസ് ദ നെഗറ്റീവ് ചാർജ് ഇസ് ഡീലോക്കലൈസ്ഡ് ഓവർ 3 ആറ്റംസ്. ഇതുകൊണ്ടാണ് നമ്മുടെ കാർബോക്സിലേറ്റ് ആനയോൺ സ്റ്റെബിലൈസ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, കാർബോക്സിലേറ്റ് ആനയോണിന്റെ റെസൊണൻസ് സ്ട്രക്ചറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ
Ka values. Okay, equilibrium constant. This is equilibrium reaction. Equilibrium constant. Product of concentration of, a product of concentration of the products divided by concentration of reactants. Product carboxylate ion H3O positive divided by concentration of carboxylic acid. This is the value in Ka. Acid dissociation constant. Acid dissociation constant negative logarithm value pKa. Okay, pKa, negative logarithm of acid dissociation constant pKa. Larger the value of Ka, K value കൂടുന്തോറും stronger will be the acidity. K value കൂടുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കൂടും. ന്യൂമറേറ്റർ കൂടുക എന്ന് പറഞ്ഞാൽ കാർബോക്സിലേറ്റ് അയോൺ കൂടുതലുണ്ട്. കാർബോക്സിലേറ്റ് അയോൺ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ H+ പുറത്തേക്ക് വന്നിട്ടുണ്ട്. That means the acid is strong. അതേപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ larger the value of pKa, lower the acid strength. നെഗറ്റീവ് ലോഗരിതം ആണല്ലോ pKa. അപ്പോൾ Ka കൂടുമ്പോൾ മൈനസ് ലോഗ് Ka എന്ന് പറയുന്നത് കുറയും. അപ്പോൾ pKa കൂടുകയാണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കുറവാണ്. pKയുടെ വാല്യൂ കുറയും തോറും സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ടേം നമുക്ക് വേണം, ബിക്കോസ് നമ്മൾ ഇനി acidity of carboxylic acids പറയുന്നത് in terms of pKa ആണ്. ഓക്കെ, അപ്പോൾ carboxylic acids are strong acids because carboxylate ion formed by the removal of H+ is stabilized by resonance. ഇനി നമുക്ക് ഇതിന്റെ acidity trend എങ്ങനെയാണ്? Anything which stabilizes the carboxylate ion would increase the acidity. Carboxylate ion എന്ത് സ്റ്റെബിലൈസ് ചെയ്താലും അത് acidity കൂട്ടും. ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ, ഇലക്ട്രോൺ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കാർബോക്സിലേറ്റ് അയോണിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് കൂട്ടും ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ. അപ്പൊ എന്ത് പറ്റും? നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ ഇറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ കാർബോക്സിലേറ്റ് അയോൺ. കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ആസിഡ് സ്ട്രെങ്ത്? ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. ഇനി തിരിച്ച് പറയാണ്, what happens if an electron withdrawing substituent is added? Electron withdrawing substituent add ചെയ്യുമ്പോൾ കാർബോക്സിലേറ്റ് അയോണിന്റെ നെഗറ്റീവ് ചാർജ് ഈ 3 ആറ്റത്തിൽ മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂന്റിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഡിസ്പേഴ്സ് ദ നെഗറ്റീവ് ചാർജ്. അന്നേരം എന്ത് പറ്റും? കാർബോക്സിലേറ്റ് അയോൺ സ്റ്റെബിലൈസ്ഡ് ആവും. കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇപ്പൊ HCOH എന്ന് പറയുന്നത് നോർമൽ കാർബോക്സിലിക് ആസിഡ്. അതിന്റെ pKa വാല്യൂ 3.77 ആണ്. അപ്പോൾ H മാറി CH3 ഗ്രൂപ്പ് വരെയാണെന്ന് വിചാരിക്കാം. CH3 ഗ്രൂപ്പ് +I ഇഫക്റ്റ് ഉള്ള, ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. അന്നേരം എന്ത് പറ്റി? pKa വാല്യൂ കൂടി. ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റൻസ് ഡീസ്റ്റെബിലൈസ് കാർബോക്സിലേറ്റ് അയോൺ, ആസിഡ് സ്ട്രെങ്ത് കുറച്ചു. pKa കൂടുമ്പോൾ ആസിഡ് സ്ട്രെങ്ത് കുറയും. ഇനി ഒരു CH3 കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? വീണ്ടും pKa കൂടി, ബിക്കോസ് ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ. ഇനി 3 CH3 ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ 5.05 ആയി. ദാറ്റ് മീൻസ് pKa കൂടി എന്ന് പറഞ്ഞാൽ ആസിഡ് സ്ട്രെങ്ത് കുറഞ്ഞു. ഏറ്റവും ഈ പറയുന്ന ഗ്രൂപ്പിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയത് ഫോമിക് ആസിഡിനാണ്. ഇനി ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഹാലജൻസ് എല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിന്റെ ട്രെൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നപ്പോൾ pKa കൂടിയെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നപ്പോൾ pKa കുറഞ്ഞു. ഫോമിക് ആസിഡിനെ അപേക്ഷിച്ച് നമ്മുടെ ഫ്ലൂറോ അസറ്റിക് ആസിഡിന് 2.57 കൂടുതൽ സ്ട്രോങ് ആണ്. ഫോമിക് ആസിഡിനേക്കാൾ സ്ട്രോങ് ആണ്. അസറ്റിക് ആസിഡ് തന്നെയാണ്, അതിനകത്തൊരു ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നപ്പോൾ അതിന്റെ അസിഡിറ്റി കൂടി. ക്ലോറോ അസറ്റിക് ആസിഡ് ആണെങ്കിൽ 2.86 ആയി, പിന്നെയും കൂടി. ബ്രോമോ അസറ്റിക് ആസിഡിന് 2.90 ഉണ്ട്, അതും സ്റ്റിൽ ഹയർ ആണ്. അയഡിനാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്നതെങ്കിൽ 3.16.
ഓക്കെ 3.16 എന്ന് പറഞ്ഞാൽ pKa കൂടുതലാണ്, അസിഡിക് സ്ട്രെങ്ത് കുറഞ്ഞു. ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ളത്, ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയത് ഫ്ലൂറിനാണ്. അപ്പൊ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്. പിന്നെ ക്ലോറിൻ, അത് കഴിഞ്ഞിട്ടാണ് ബ്രോമിൻ, അത് കഴിഞ്ഞിട്ട് അയഡിൻ. അയഡിന് ഏറ്റവും കുറവ് ആണ് acid strength in terms of halogen substituted acetic acids. പക്ഷേ ഈ അയഡിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിനും ഫോമിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ്. 3.16ഉം ഫോമിക് ആസിഡ് 3.77ഉം ആണ് ഉള്ളത്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുമ്പോൾ അസിഡിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഇതാണ് അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. ഇത് ആലിഫാറ്റിക് ആസിഡ്സിന്റെ കേസാണ്.